എൻ്റെ ചെറുക്കനോടാണോടി നിനക്ക് തീണ്ടാരി തുണി വാങ്ങിക്കൊണ്ടുവരാൻ പറയുന്നത്? നിന്റെ തറവാട്ടിലൊക്കെ ഇങ്ങനെയാണോ? ആണുങ്ങളാണോ ഇതെല്ലാം ചെയ്തു കൊടുക്കുക? അന്ന് എൻ്റെ ആങ്ങള പറഞ്ഞതാ തെക്കുന്നൊരു ബന്ധം നോക്കണ്ട എന്ന്. അന്നേരം ഞാനത് കേട്ടില്ലല്ലോ എൻ്റെ ദൈവങ്ങളെ. എന്നിട്ടിപ്പോൾ വന്ന് കയറിയത് കണ്ടില്ലേ, ഒരു മൂദേവി. ജാനകി പ്രാഗി പറഞ്ഞതും ദിവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്നലെ മുതൽ അടിവയറ്റിൽ വല്ലാത്ത വേദന. പാഡ് ഇരിപ്പുണ്ടാകുമെന്നാണ് കരുതിയത്. ഉണ്ടായിരുന്നതാനും. ശ്രീജിത്തിൻ്റെ അനിയത്തി കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നിരുന്നു. അന്നേരം അവൾ എടുത്തുകൊണ്ട് പോയതാണ്. തന്നോടൊന്ന് പറയുക കൂടി ചെയ്തില്ല. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അവർക്ക് എന്ത് വേണമെന്ന് തോന്നിയാലും ചോദ്യവുമില്ല, പറച്ചിലുമില്ല. അങ്ങ് എടുത്തുകൊണ്ട് പോകും. ആരോടെങ്കിലും പരാതി പറയാൻ നിന്നാൽ പിന്നെ വാദി പ്രതിയാകും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടാലും ഒന്നും മിണ്ടാറില്ല ദിവ്യ. പക്ഷെ ഇത്തവണ കുടുങ്ങിയത് ദിവ്യയായിരുന്നു. പുറത്ത് മഴ കനക്കുന്നുണ്ട്. അടുക്കളയിലെ പുകയുന്ന അടുപ്പിനടുത്തിരുന്ന് കണ്ണീർ തുടയ്ക്കാൻ പോലും മറന്നു നിന്നു ദിവ്യ. ജാനകിയമ്മയുടെ വാക്കുകൾ ശരങ്ങൾ പോലെ നെഞ്ചിൽ തറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു സാനിറ്ററി പാഡ് വാങ്ങിക്കൊണ്ടുവരാൻ ഭർത്താവിനോട് പറഞ്ഞത് ഇത്ര വലിയ അപരാധമാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല. തൻ്റെ ശരീരത്തിന് സംഭവിക്കുന്ന സ്വാഭാവികമായ ഒരു മാറ്റത്തെ ഇത്ര വലിയ പാപമായി കാണുന്ന അമ്മായിയമ്മയുടെ ചിന്താഗതിയോട് പൊരുത്തപ്പെടാൻ അവൾക്കായില്ല. ഇത്തവണ പീരീഡ്സ് വന്നത് കുറച്ച് നേരത്തെയാണ്. 2 ദിവസമായി മേല് മുഴുവൻ വല്ലാത്ത വേദനയും മറ്റുമായിരുന്നു. ഇതിൻ്റെ ആകുമെന്ന് കരുതിയില്ല. എന്തു ചെയ്യുമെന്നറിയാതെ നിന്നപ്പോഴാണ് ശ്രീജിത്ത് ജോലി കഴിഞ്ഞു വന്നത്. നനഞ്ഞൊട്ടി വന്ന അവനോട് വേദന കടിച്ചമർത്തിക്കൊണ്ട് പതുങ്ങിയ സ്വരത്തിലാണ് അവൾ കാര്യം പറഞ്ഞത്. എത്ര നല്ല കോട്ടൺ പാഡാണെങ്കിലും തുണിയുടെ പാഡ് അവൾക്ക് അലർജിയാണ്. കഴിഞ്ഞ തവണ അത് ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ മുറിവുകളും നീറ്റലും ഇപ്പോഴും മായാതെ നിൽക്കുന്നു. അതുകൊണ്ടാണ് മറ്റാരെങ്കിലും ഏൽപ്പിക്കാതെ ശ്രീജിത്തിനോട് തന്നെ അവൾ അത് ആവശ്യപ്പെട്ടത്. കഷ്ടകാലത്തിന് ജാനകി അത് കേട്ടുകൊണ്ട് വന്നു. അപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ ബഹളം. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? അവൾ എൻ്റെ ഭാര്യയല്ലേ. അവൾക്ക് വയ്യാത്തപ്പോൾ എന്നോടല്ലാതെ പിന്നെ ആരോടാ പറയുക? ശ്രീജിത്ത് ബൈക്കിൻ്റെ ചാവി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. ജാനകി വിടാൻ ഭാവമില്ലായിരുന്നു. നീ മിണ്ടരുത് ശ്രീജിത്തെ. നീ ഇവളുടെ പാവാട ചരടിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ആണുങ്ങളുടെ ജീവിതം ഇങ്ങനെ പെണ്ണുങ്ങളുടെ വിഴുപ്പ് ചുമക്കാനുള്ളതല്ല. നീയേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നിന്റെ തറവാടിത്തം മറക്കരുത്. തെക്കുന്ന് വന്ന ഈ പെണ്ണിന്റെ തോളിൽ കയറാൻ നീ പാടില്ല. ജാനകി ഉറഞ്ഞു തുള്ളുകയാണ്. അത് കേട്ട് ശ്രീജിത്ത് ശാന്തരായി ദിവ്യയെ നോക്കി. അവളുടെ മുഖത്തെ വിളർച്ചയും കണ്ണിലെ സങ്കടവും അവനെ വേദനിപ്പിച്ചു. അവൻ ജാനകിയെ നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അമ്മേ, എൻ്റെ അടിവസ്ത്രം പോലും അലക്കി തരുന്നവളാണിവൾ. എനിക്ക് വയ്യാതെ കിടന്നപ്പോൾ രാപ്പകൽ എനിക്ക് കൂട്ടിരുന്നവളാണ്. അന്നെൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാൻ അവൾക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊന്നും ഈ ആഭിജാത്യം ഞാൻ കണ്ടില്ലല്ലോ. പിന്നെ മാസം തോറും അവൾ അനുഭവിക്കുന്ന ഈ വേദനയിൽ ഒരു പാക്കറ്റ് സാനിറ്ററി പാഡ് വാങ്ങി നൽകുമ്പോൾ എൻ്റെ പൗരുഷം ഇല്ലാതാവുമെങ്കിൽ അതങ്ങ് ഇല്ലാതാവട്ടെ. ശ്രീജിത്ത് ദേഷ്യത്തോടെ പറഞ്ഞു. എന്നും തന്നെ അനുസരിച്ച് ജീവിച്ചിരുന്ന ശ്രീജിത്തിൻ്റെ വായിൽ നിന്ന് അത്രയും കേട്ടതും ജാനകി തരിച്ചു നിന്നുപോയി. നീ എന്നോട് തർക്കുത്തരം പറയാൻ തുടങ്ങിയല്ലേ? എന്തായാലും തലയണ മന്ത്രം ശരിക്കും ഏൽക്കുന്നുണ്ട്. പിന്നെ നീ എന്നെ പഠിപ്പിക്കണ്ട. നീയൊക്കെ ജനിക്കുന്നതിന് മുൻപേ ഉള്ള കാലം മുതൽ ഞാനിതൊക്കെ കാണുന്നതാ. ഞങ്ങളൊക്കെ തുണി ഉപയോഗിച്ചാണ് വളർന്നത്. നിന്റെ അച്ഛനോട് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ചോദിച്ചു നോക്ക്. ഇല്ല. എന്താ കാരണം? ആണുങ്ങൾക്ക് അവരുടേതായ അന്തസ്സുണ്ട്. തീണ്ടാരി തുണി വാങ്ങാനും പേരെടുക്കാനും ആണുങ്ങളെ അല്ല വിളിക്കേണ്ടത്. അങ്ങനെയൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറണം എന്നുണ്ടെങ്കിൽ അന്തസ്സുള്ള ഫാമിലിയിൽ ജനിക്കണം. ഇതല്ലല്ലോ. ജാനകി ഉറഞ്ഞു തുള്ളി. അത് അച്ഛൻ്റെയും അമ്മയുടെയും കാലം. ഇതെൻ്റെ കാലമാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഞാനല്ലാതെ മറ്റാരാണ് ഇതെല്ലാം മേടിച്ചു കൊടുക്കുക? അമ്മയുടെ ഈ പഴഞ്ചൻ ചിന്താഗതികൾ ദയവായി ഇവളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ശ്രീജിത്ത് അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ജാനകി ദേഷ്യത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി. കണ്ടില്ലേ എൻ്റെ ദൈവങ്ങളെ, എല്ലാം അവളുടെ തലയണ മന്ത്രമാണ്. എൻ്റെ മകൻ എന്നോട് തിരിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാം ഇവള് വന്ന കാലം തൊട്ട് തുടങ്ങിയതാണ്. അവരുടെ പിറുപിറുക്കലുകൾ മഴയുടെ ശബ്ദത്തിൽ അലിഞ്ഞുപോയി. ദിവ്യ മുറിയിൽ കട്ടിലിൻ്റെ മൂലയിൽ ഇരിക്കുകയായിരുന്നു. ശ്രീജിത്ത് അടുത്തേക്ക് വന്നു. അവൻ അവളുടെ തലയിൽ തലോടി. ദിവ്യേ, നീ വിഷമിക്കേണ്ട. അമ്മയുടെ രീതി അങ്ങനെയാണ്. അവർ വളർന്ന സാഹചര്യം അതാണ്. അത് നമ്മൾ വലിയ പ്രശ്നമാക്കി എടുക്കുമ്പോഴാണ് പ്രശ്നം. ഇത്രയും വയസ്സായ അമ്മയുടെ സ്വഭാവം എന്തായാലും നമ്മളെക്കൊണ്ട് തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം ഒഴുക്കിനൊത്ത് നീന്താം, ശ്രീജിത്ത് പറഞ്ഞു. ദിവ്യയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. എനിക്ക് പേടിയാകുന്നു ശ്രീജിത്തേട്ടാ. ഞാൻ കാരണം അമ്മയുമായി നിങ്ങൾ വഴക്കിടുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. ഞാൻ തുണി തന്നെ ഉപയോഗിച്ചോളാം. ശ്രീജിത്ത് ചിരിച്ചു. അലർജിയായിട്ട് വീണ്ടും കഷ്ടപ്പെടാനോ? അതൊന്നും വേണ്ട. അത്ര വലിയ ത്യാഗമൊന്നും നീ ചെയ്യണ്ട. ഞാനിപ്പോൾ തന്നെ പോയി വാങ്ങിക്കൊണ്ടുവരാം. നീ ഒന്ന് കിടന്നു. അവൻ വീണ്ടും റെയിൻകോട്ടിട്ട് പുറത്തേക്കിറങ്ങി.
രാത്രി ഭക്ഷണത്തിനിരിക്കുമ്പോൾ വീട് നിശബ്ദമായിരുന്നു. ജാനകി കഴിക്കാൻ വന്നില്ല. അവർ മുറിയിൽ കയറി വാതിലടച്ചു. ശ്രീജിത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ദിവ്യ അവന് വിളമ്പിക്കൊടുത്തു. നീ കഴിച്ചില്ലേ? അവൻ ചോദിച്ചു. വിശപ്പില്ലേട്ടാ, വയറുവേദന കൂടി വരുന്നു. ഇന്ന് രാത്രി റെസ്റ്റ് എടുക്ക്, നാളെ രാവിലെ എഴുന്നേക്കുമ്പോൾ മാറും. അവൻ കൈ കഴുകി വന്ന ശേഷം ദിവ്യയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നോക്ക് ദിവ്യേ, ഞാനൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. ഒരു 2 മാസത്തിനുള്ളിൽ അത് ശരിയാകും എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയാൽ നമുക്ക് 2 പേർക്കും ജോലി കിട്ടുന്ന സ്ഥലത്തുള്ള ഏതെങ്കിലും ക്വാർട്ടേഴ്സിലേക്ക് മാറാം. അതുവരെ മാത്രം അമ്മയൊന്ന് സഹിക്കണം. അമ്മ മോശക്കാരി ആയതുകൊണ്ടല്ല, പക്ഷെ അവരുടെ ലോകം വളരെ ചെറുതാണ്. ഒരുപക്ഷെ ഇതിലും മോശമായ അനുഭവങ്ങളിലൂടെ ആകും അമ്മ കടന്നു വന്നത്. എന്നുവെച്ച് മറ്റൊരാളോട് ഇത്രയും ടോക്സിക്കായി പെരുമാറണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ മനസ്സ് അങ്ങനെയായിപ്പോയി. എത്ര പറഞ്ഞാലും അതൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയേ ചെയ്യും. ഇപ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ അവരിൽ നിന്ന് അകലം പാലിക്കുക എന്നതാണ്. അങ്ങനെ ഈ ബന്ധം എന്നേക്കുമായി നിലനിർത്തുക. അതിനുള്ള ഏക പോംവഴിയാണ് ട്രാൻസ്ഫർ. ശ്രീജിത്ത് പറഞ്ഞു നിർത്തി. ദിവ്യ അവൻ്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു. പുറത്ത് കാറ്റും മഴയും തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്കിപ്പോൾ വലിയ സമാധാനം തോന്നി. ശ്രീജിത്തേട്ടനെ പോലെ മനസ്സിലാക്കാൻ മനസ്സുള്ള ഒരു ഭർത്താവുണ്ടെങ്കിൽ എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും ലോകം എന്തു പറഞ്ഞാലും തൻ്റെ വേദന മനസ്സിലാക്കുന്ന തന്നെ ഒരു മനുഷ്യനായി കാണുന്ന ഒരാൾ കൂടെയുള്ളപ്പോൾ ബാക്കിയെല്ലാം നിസ്സാരമാണെന്ന് അവൾക്ക് തോന്നി. ആ രാത്രിയുടെ തണുപ്പിലും അവളുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയ കനൽ ഉരുകിക്കൊണ്ടിരുന്നു. ഒരു സഹധർമ്മിണി എന്നതിലുപരി ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ ആവശ്യങ്ങളെയും വേദനകളെയും മാനിക്കുന്ന ഒരു പങ്കാളിയെ ലഭിച്ചത് ദൈവനിശ്ചയമാണെന്ന് അവൾ വിശ്വസിച്ചു. ജാനകിയമ്മയുടെ പ്രാക്കുകൾക്കും ശകാരങ്ങൾക്കും അപ്പുറം തങ്ങൾക്കിടയിൽ വളരുന്ന ഈ കരുതലാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. നാളെയും ജാനകിയമ്മ ചിലപ്പോൾ പുതിയ പരാതികളുമായി വരും. പക്ഷേ ശ്രീജിത്തിൻ്റെ ഈ കരുതൽ ഉള്ളിടത്തോളം കാലം തനിക്ക് പതറേണ്ടി വരില്ലെന്ന് അവൾ ഉറപ്പിച്ചു. നന്ദിയോടെയും സ്നേഹത്തോടെയും അവൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ശ്രീജിത്ത് അവളെ നോക്കി കണ്ണു ചിമ്മി. ആ കൊച്ചുമുറിയിൽ അപ്പോൾ സ്നേഹത്തിൻ്റെ സുഗന്ധം നിറഞ്ഞിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.